ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള 30 days 30 റെസിപ്പി സീരീസിലെ 15ാമത്തെ വീഡിയോ ആണിത്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ പക്കോടയുടെ റെസിപ്പിയാണ്. നോർമലി നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ ചെറിയ ചെറിയ പീസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ പീസാണെങ്കിൽ അത് മാരിനേറ്റ് ചെയ്യാനും കുറച്ചധികം സമയമെടുക്കും. അത് മാത്രമല്ല ഫ്രൈ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. സോ അല്പം ചെറിയ ചെറിയ പീസാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ. ഇങ്ങനെ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളറും കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസി ആയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. നമ്മൾക്ക് എരിവ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില, 2 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, ഇത്രയും കാര്യങ്ങൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി അല്ലെങ്കിൽ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ കടലപ്പൊടിയാണ്. ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ കടലപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി ക്രിസ്പി ആവാനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ റൈസ് ഫ്ലവർ, അവിടെ പത്തിരിപ്പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ ഒന്നുകിൽ ലൈം ജ്യൂസ് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് വിനീഗർ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു മാരിനേഷനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. 1-2 ടേബിൾ സ്പൂൺ ഒരു സമയത്ത് മാത്രം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 1-2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്ന് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെയാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് 2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് മാറ്റി വെക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നിങ്ങൾ കാണാം, നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ അല്ലെങ്കിൽ പോലെ ഇത് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ചിക്കൻ. ഇനി നമുക്കിത് വേഗം തന്നെ ഫ്രൈ ചെയ്യാം. ഇതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ചിക്കൻ്റെ ഒരുപാട് പീസസ് ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യാതിരിക്കുക. വളരെ ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്യാം. ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചിക്കൻ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും. നമ്മളെടുക്കുന്ന ചിക്കൻ്റെ പീസിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ഫ്രൈയിങ് ടൈമിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ വലിയ പീസാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കൂടാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി ചെറുതാണെങ്കിൽ ടൈം കുറച്ച് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ്റെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്തത് കാണാം. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി ഒരു പേപ്പർ ടവലിലോട്ട് വെക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പക്കോട റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട്